കൊട്ടാരത്തിലെ ഗുരുവായ കൃപാചാര്യർക്ക് ഇപ്പോൾ പ്രായമായിരിക്കുന്നു. അതുകൊണ്ടുതന്നെ കുട്ടികൾക്ക് പറ്റിയ പുതിയ ഒരു ഗുരുവിനെ തേടിയുള്ള അന്വേഷണത്തിലാണ് ഭീഷ്മ. ഒരു പകലായിരുന്നു അത്. കൊട്ടാരത്തിലെ കുട്ടികളെല്ലാം പല കളികളിലായി ഏർപ്പെട്ടിരിക്കുന്ന സമയമായിരുന്നു. പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. അവരുടെ പന്ത് ഒരു കിണറ്റിൽ വീണു. പന്തെടുക്കാൻ അവർ നല്ല രീതിയിൽ ശ്രമിച്ചെങ്കിലും ആർക്കും അത് കഴിയുന്നുണ്ടായിരുന്നില്ല. കിണറിന് നല്ല ആഴമുണ്ടായിരുന്നു. അവരെല്ലാവരും നിരാശയോടെ പന്ത് നോക്കി നിൽക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ അവരുടെ ഇടയിലേക്ക് എത്തിയത്. കുട്ടികളുടെ പ്രശ്നം അയാൾക്ക് മനസ്സിലായി. നിങ്ങളെക്കൊണ്ടാ പന്തെടുക്കുന്നത് അസാധ്യമാണ് അല്ലേ? എന്തിന്? ഈ ചെറിയ മോതിരം എടുക്കുന്നത് പോലും അസാധ്യമാണ്. പെട്ടെന്ന് തന്നെ അയാൾ തന്റെ കയ്യിലെ മോതിരമുരി ആ കിണറ്റിലേക്കെറിഞ്ഞു. ശേഷം തന്റെ കയ്യിലുണ്ടായ ചരടുകൊണ്ട് കെട്ടിയ ഒരു ആയുധം കിണറ്റിലേക്കെറിഞ്ഞു. അത് ആ മോതിരത്തിന്റെ ഉള്ളിലൂടെ പോവുകയും പന്തിൽ തറച്ചു നിൽക്കുകയും ചെയ്തു. ശേഷം അയാൾ ആ ആയുധത്തിന്റെ ചരട് മുകളിലേക്ക് വലിച്ചു. കൂടെ പന്തും പോന്നു. ഇതെല്ലാം കണ്ട കുട്ടികൾ അമ്പരന്ന് നോക്കി നിന്നു. നിങ്ങൾ ആരാണ്? കുട്ടികൾ ചോദിച്ചു. നിങ്ങൾ ഇപ്പോൾ ഇവിടെ കണ്ട കാര്യം നിങ്ങളുടെ ഭീഷ്മ പിതാമഹനോട് പറയുക. അദ്ദേഹത്തിന് മനസ്സിലാകും ഞാൻ ആരാണെന്ന്. ഉടൻ തന്നെ കുട്ടികൾ ഭീഷ്മയോട് കാര്യം പറഞ്ഞു. ഭീഷ്മയ്ക്ക് അധികം ആലോചിക്കാതെ തന്നെ ആളെ മനസ്സിലായി. പരശുരാമന്റെ കഠിനമായ ശിക്ഷണത്തിൽ തന്റെ കൂടെ നിന്ന് പൊരുതിയവൻ, ആയുധവിദ്യയിൽ അതുല്യമായ കഴിവ് തെളിയിച്ചവൻ, സാക്ഷാൽ ദ്രോണാചാര്യർ. തേടിയ വള്ളി കാലിൽ ചുറ്റി എന്ന അവസ്ഥയിലായിരുന്നു ഭീഷ്മയപ്പോൾ. കൊട്ടാരത്തിലെ ഗുരുവായി ദ്രോണയെ ഭീഷ്മ സ്വാഗതം ചെയ്തു. കുട്ടികളുടെ ഇടയിലുള്ള വഴക്കുകൾ തീർത്ത് ഒരുമിപ്പിക്കാൻ പറ്റിയ ഒരു അവസരവും ഇതാണെന്ന് ഭീഷ്മ വിശ്വസിച്ചു. ഗുരുകുലം തുടങ്ങുന്ന ദിവസമായിരുന്നു അത്. എല്ലാവരും കൃത്യസമയത്ത് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ദ്രോണാചാര്യരുടെ മകനായ അശ്വത്ഥാമയും അവരുടെ കൂടെ പഠിക്കാനുണ്ടായിരുന്നു. എന്നാൽ ദുര്യോധനൻ എത്തിയിട്ടുണ്ടായിരുന്നില്ല. തന്റെ ഉറ്റ ചങ്ങാതിയായ കർണനെ കാത്ത് അയാൾ കർണന്റെ വീടിന് മുൻപിൽ നിൽക്കുകയായിരുന്നു. പാണ്ഡവരുമായി തെറ്റിയതിൽ പിന്നെ എല്ലാ കാര്യത്തിലും കർണനാണ് ദുര്യോധനന് കൂട്ട്. ആദ്യമായി ഗുരുകുലത്തിൽ പോകുന്നതിന്റെ സന്തോഷത്തിലാണ് കർണൻ. ഗുരുകുലത്തിലേക്കുള്ള ദുര്യോധനന്റെ ക്ഷണം കിട്ടിയതിനു ശേഷം അയാൾ വേറെ ഏതോ ലോകത്തായിരുന്നു. സ്വന്തമായി പരിശീലനവും അയാൾ തുടങ്ങിയിരുന്നു. തന്റെ നിർബന്ധപ്രകാരം അമ്മയുടെയും അച്ഛന്റെയും പ്രത്യേക പ്രാർത്ഥനയായിരുന്നു അന്നത്തെ ദിവസം കാലത്തെ മുതല്. പ്രാർത്ഥനയ്ക്ക് ശേഷം അവർ ഗുരുകുലത്തിലേക്ക് തിരിച്ചു. എന്നാൽ ഗുരുകുലത്തിൽ അവർ വിചാരിച്ചതുപോലെ ആയിരുന്നില്ല കാര്യങ്ങൾ. കർണനെ കണ്ടപ്പോൾ പാണ്ഡവരുടെ മുഖത്തെ നെറ്റി ചുളിഞ്ഞു, പ്രത്യേകിച്ച് ഭീമന്റെ. ഗുരുവേ, നമ്മുടെ ഗുരുഗ്രഹം എന്നത് ബ്രാഹ്മണരുടെ പവിത്രമായ ഇടമല്ലേ? എങ്ങനെയാണ് ഈ താഴ്ന്ന ജാതിക്കാരെ ഇവിടെ അനുവദിച്ചത്? നമ്മുടെ പൂർവികരെയല്ലേ നാം ഇതിലൂടെ അപമാനിക്കുന്നത്? ദേഷ്യവും സങ്കടവും ദുര്യോധനന്റെ കണ്ണു നിറച്ചു. ഗുരു മുൻപിലുള്ള ഒറ്റ കാരണത്താൽ അയാൾ തന്റെ ദേഷ്യം ഉള്ളിൽ കടിച്ചമർത്തി. ദ്രോണാചാര്യർക്കും കർണനെ കണ്ട് സഹതാപം തോന്നി. കർണ, ആയുധാഭ്യാസം പഠിക്കാനുള്ള നിന്റെ ആഗ്രഹം എനിക്ക് വളരെ സന്തോഷം നൽകുന്നു. നിന്റെ ഉത്സാഹം എനിക്കൊരു ഉണർവാണ്. പല കുട്ടികളിലും കാണാത്ത ഒരു ഉത്സാഹം നിന്റെ കണ്ണിൽ ഞാൻ കാണുന്നു. പക്ഷെ എന്തു ചെയ്യാം, നമ്മുടെ ഗുരുകുലത്തിൽ ചില പുരാതന നിയമങ്ങളുണ്ട്. ഇവിടെ പഠിക്കാനുള്ള അവകാശം ബ്രാഹ്മണകുലത്തിൽപ്പെട്ടവർക്ക് മാത്രമാണുള്ളത്. എനിക്കിതിൽ മാറ്റം വരുത്താൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നു. ആ നിമിഷം കർണന്റെ സ്വപ്നങ്ങൾ പൊടിപടലമായി. 2 ദിവസം മുൻപ് അനുഭവിച്ച ആനന്ദം ഇപ്പോൾ ഒരു ദുസ്വപ്നമായി അയാൾക്ക് തോന്നി. ഒരു മറുപടി പോലും പറയാതെ അയാൾ ഗുരുകുലം വിട്ടു. അന്നൊരിക്കൽ ദ്രോണാചാര്യർ കുട്ടികൾക്കൊരു പരീക്ഷ വയ്ക്കാൻ തീരുമാനിച്ചു. വളരെ അകലെയായി ഒരു വൃക്ഷത്തിന്റെ ശിഖരത്തിൽ ഒരു പക്ഷിയുടെ രൂപം അയാൾ കെട്ടിവെച്ചു. ഇത് നിങ്ങളുടെ ഏകാഗ്രതയും ശ്രദ്ധയും പരീക്ഷിക്കുന്ന ഒരു അവസരമാണ്. ശേഷം ഓരോരുത്തരെയും ഗുരു വിളിക്കാൻ ആരംഭിച്ചു. ആദ്യം വിളിച്ചത് ദുര്യോധനനെയാണ്. നിനക്ക് എന്തൊക്കെയാണ് കാണാൻ കഴിയുന്നതെന്ന് പറയൂ. ആ വൃക്ഷവും അതിലെ ശിഖരങ്ങളും പിന്നെ പക്ഷിയും. ദ്രോണാചാര്യർ മന്ദമായ ഒരു ചിരിയോടെ പ്രതികരിച്ചു. അമ്പ് താഴെയിടൂ. ശേഷം അടുത്ത ആളെ വിളിച്ചു. പറ, നീ എന്തൊക്കെയാണ് കാണുന്നത്? എനിക്ക് അങ്ങേ കാണാം, എന്റെ സഹോദരന്മാരെ കാണാം. നിർത്തൂ, അമ്പ് താഴെ ഇട്ടോളൂ. ശേഷം ദ്രോണാചാര്യർ അടുത്ത ആളെ വിളിച്ചു. എന്തൊക്കെ കാണാൻ കഴിയുന്നുണ്ട്? എനിക്ക് ഈ കാട് കാണാം, ആകാശം കാണാം, പിന്നെ നിർത്തൂ, അമ്പ് താഴെ ഇട്ടോളൂ.
എല്ലാവരുടെയും ഉത്തരങ്ങൾ ദ്രോണാചാര്യരിൽ അതിഭയാനകമായ ദേഷ്യം കയറ്റി. തന്റെ കയ്യിലുണ്ടായിരുന്ന പാത്രം ആ ദേഷ്യത്തിൽ അദ്ദേഹം നിലത്തിട്ട് പൊട്ടിച്ചു. ശേഷം അയാൾ പോകുവാൻ തിരിച്ചു. പക്ഷെ പെട്ടെന്നാണത് കണ്ടത്. ഒരാൾ കൂടി ബാക്കിയുണ്ട്. ദേഷ്യത്തോടുകൂടി ഗുരു അയാളുടെ അടുത്തേക്ക് തിരിഞ്ഞു. നീ എന്താ കാണുന്നേ? നിന്റെ സഹോദരന്മാരെയാണോ? അല്ല ഗുരുവേ. പിന്നെ ഈ കാടും മരവുമാണോ? അല്ല ഗുരുവേ. മരത്തിലിരിക്കുന്ന പക്ഷിയെയാണോ നീ കാണുന്നത്? അല്ല ഗുരുവേ. ദ്രോണാചാര്യരുടെ ദേഷ്യം കൗതുകമായി മാറി. പിന്നെ എന്താണ് മകനെ നീ കാണുന്നത്? ഞാൻ കാണുന്നത് ആ പക്ഷിയുടെ കണ്ണു മാത്രമാണ് ഗുരുജി. എൻ്റെ ലക്ഷ്യം മാത്രം. ബാക്കിയൊന്നും എൻ്റെ കണ്ണിൽ വരുന്നില്ല. പിന്നെ എന്തിനാണ് നീ കാത്തിരിക്കുന്നത്? അമ്പ് വിടൂ! അവിടെ ഉണ്ടായ എല്ലാവരെയും അത് ഞെട്ടിച്ചു. ദ്രോണാചാര്യർ അത് വിശ്വസിക്കാനാകാത്ത വിധം അമ്പരന്ന് നിന്നു. ആ കുട്ടിയുടെ അമ്പ് കൃത്യമായി ആ പക്ഷിയുടെ കണ്ണിൽ തന്നെ തുളച്ചു കയറിയിരിക്കുന്നു. നിന്റെ ശ്രദ്ധയും ഏകാഗ്രതയും ഒരു യോദ്ധാവിന്റെ ആദ്യ ലക്ഷണമാണ്. നീ ജനിച്ചത് യോദ്ധാവാകാൻ വേണ്ടി മാത്രമാണ്. ആ ദിവസം മുതൽ ദ്രോണാചാര്യരുടെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ ആ കുട്ടിയായി മാറി. തന്റെ മകനേക്കാൾ കൂടുതൽ അയാൾ ആ യോദ്ധാവിനെ ശ്രദ്ധിക്കുവാൻ തുടങ്ങി. ഗുരുകുലത്തിലെത്തിയാൽ ആദ്യം വിളിക്കുന്ന പേര് ആ കുട്ടിയുടേതായി. അർജുന! രാജപുത്രന്മാരുടെ പരിശീലനം അങ്ങനെ തകൃതിയായി നടന്നു. അതെല്ലാം വേദനയോടെ ഒരാൾ അകലെ നിന്നും വീക്ഷിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ആയുധ പരിശീലനം പഠിക്കണമെന്ന ശക്തമായ ഒരു അധിനിവേശം കർണന്റെ ഉള്ളിൽ കയറിക്കൂടി. ശേഷം ഒരു വഴിയുമില്ലാതെ വന്നപ്പോൾ കർണൻ ആ കാര്യം ചെയ്യാൻ തീരുമാനിച്ചു. തന്റെ വ്യക്തിത്വം മറച്ച് അകലെ ഏതെങ്കിലും ഗുരുവിന്റെ കീഴിൽ പഠനം ആരംഭിക്കാം. അങ്ങനെ അകലെയായി ഒരു ഗുരുവിനെ കർണൻ കണ്ടെത്തി. ശേഷം താൻ ബ്രാഹ്മണനാണെന്ന വ്യാജേന കർണൻ ആ ഗുരുകുലത്തിൽ കയറിപ്പറ്റി പഠനവും ആരംഭിച്ചു. പക്ഷേ അയാൾക്കറിയില്ലായിരുന്നു ആ ഗുരു സാക്ഷാൽ പരശുരാമനാണെന്ന്. അങ്ങനെ രാജകുമാരന്മാർ ദ്രോണാചാര്യരുടെ ശിഷ്യരായപ്പോൾ കർണൻ ദ്രോണാചാര്യരുടെ ഗുരുവിന്റെ ശിഷ്യനായി.